ഫ്രണ്ട്സ്, എൻലെസ് എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വരുന്നൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. എന്നാൽ ഇപ്പോഴും ഒരു സെൻറ്റൻസ് എഴുതുമ്പോഴോ കുറിപ്പ് എഴുതുമ്പോഴോ നമുക്ക് ഡൗട്ടാണ്, പഠിച്ചോനെ ഇവിടെ ഈസാണോ വാസാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ. ഇന്നസെൻ്റ് അങ്കിൾ പറഞ്ഞ പോലെ ഗ്രാമർ എന്നൊരു സംഭവം അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റിയ ഭാഷ അത് ഇംഗ്ലീഷ് തന്നെ. ഇത്രയും കാലം ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്താ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതാനോ പറയാനോ പറ്റാത്തത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബിക്കോസ് നമുക്ക് നല്ലൊരു ബേസ് ഇല്ല. നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിലേ വീട് ഉയർന്നു പൊങ്ങുള്ളൂ എന്നതുപോലെ തന്നെ നല്ലൊരു ബേസ് ഉണ്ടെങ്കിലേ നമ്മുടെ ഇംഗ്ലീഷും സെറ്റ് ആവുള്ളൂ. ഇത്രയും വലുതായിട്ടും മറ്റൊരാളോട് ചെന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ബേസിക് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ചമ്മല. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻലെസ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽ പുതിയൊരു കിടക്കാച്ച സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു A to Z കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി അധികം പറഞ്ഞ് മടുപ്പിക്കണില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ടോട്ടൽ 26 ലെറ്റേഴ്സാണുള്ളത്. അവയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, കോൺസണൻസും വവൽസും. എ ഒരു വവലാണ്, BCD കോൺസണൻസ്, E vowel, FGH consonants, I vowel, JKLMN consonants, O vowel, PQRST consonants, U vowel, VWX consonants. Y ഒരു സ്പെഷ്യൽ വവലാണ്, Z കോൺസണൻറ്റ്. വവൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 5 മെയിൻ വവൽസ് AEIOU, പിന്നെ ഒരു സ്പെഷ്യൽ വവൽ Y. ബാക്കിയുള്ളവയെല്ലാം കോൺസണൻസ് ആണ്. ഇനി കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. കാറ്റ്, അതിൽ C കോൺസണൻ്റ് ആണ്, A വവലാണ്, T കോൺസണൻ്റ് ആണ്. നെക്സ്റ്റ് വേർഡ് എഗ്, ഇതിൽ E വവലാണ്, G കോൺസണൻ്റ് ആണ്. നെക്സ്റ്റ് വേർഡ് Y, ഇതിൽ WH രണ്ടും കോൺസണൻസ് ആണ്, ബട്ട് Y എന്ന ലെറ്റർ ഇതിലൊരു വവലാണ്. നമ്മൾ പറഞ്ഞു Y ഒരു സ്പെഷ്യൽ വവലാണ്, കാരണം ചില സമയങ്ങളിൽ അതൊരു കോൺസണൻറ്റുമാണ്, ചില സമയങ്ങളിൽ അതൊരു വവലുമാണ്. Y എന്ന വേർഡിൽ Y എന്ന ലെറ്റർ I എന്ന സൗണ്ടിലാണ് വരുന്നത്. ദി ലെറ്റർ Y സൗണ്ട്സ് ലൈക്ക് I. അതുകൊണ്ട് അവിടെ Y എന്ന ലെറ്റർ വവലായിട്ടാണ് കണക്കാക്കുന്നത്. UNES എന്നീ വേർഡ്സിൽ Y ഒരു കോൺസണൻ്റ് ആണ്. Y എന്ന ലെറ്റർ കോൺസണൻ്റ് ആയിട്ട് സാധാരണ 2 സന്ദർഭങ്ങളിലാണ് വരാറ്. ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ Y ഉണ്ടെങ്കിൽ, Y വെച്ചിട്ടാണ് ആ വേർഡ് തുടങ്ങുന്നത് എങ്കിൽ ആ Y ഒരു കോൺസണൻ്റ് ആവും. അല്ലെങ്കിൽ Y എന്ന ലെറ്റർ യ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ Y ഒരു കോൺസണൻ്റ് ആവും. ഏതൊക്കെയാണ് അപ്പോൾ വവൽസ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും AEIOU ആൻഡ് സംടൈംസ് Y. എല്ലാ വേർഡ്സിലും വവൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാവാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വവൽസ് ഇല്ലാത്ത, വവൽസിൻ്റെ സൗണ്ടോ വവൽസോ ഇല്ലാത്ത ഒരൊറ്റ വേർഡുള്ളൂ പിസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് A or An പ്ലസ് നൗൺ. നമ്മൾ നൗണിൻ്റെ ഫ്രണ്ടിലാണ് A or An യൂസ് ചെയ്യുക. അപ്പോൾ എന്താ ഈ നൗണ്? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം, ഒരു തിങ് ആവാം, ഒരു എനിമൽ ആവാം. എ നൗൺ ഈസ് എ പേഴ്സൺ ഓർ എ പ്ലേസ് ഓർ എ തിങ് ഓർ എ എനിമൽ. നമ്മൾ സാധാരണ പറയും ഒരു ടോപ്പ്, അല്ലെങ്കിൽ ഒരു ബനാന, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ. അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു എന്നതിന് നമ്മൾ യൂസ് ചെയ്യുക A or An ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് A അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് An അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റേതായ റൂളുണ്ട്. ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ കോൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ A യൂസ് ചെയ്യും. ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ വവലാണെങ്കിൽ നമ്മൾ അവിടെ An യൂസ് ചെയ്യും. അതാണ് ആ റൂള്. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ബനാന. ബനാനയുടെ ഫസ്റ്റ് ലെറ്റർ B. B കോൺസണൻ്റ് ആണോ വവലാണോ? B കോൺസണൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ A വരും. നെക്സ്റ്റ് വേർഡ് ആപ്പിൾ. ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? A. A വവലാണോ കോൺസണൻ്റ് ആണോ?
എ വവ്വലാണ്. വവ്വൽ വന്ന ഫ്രണ്ടിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? എൻ. അപ്പോൾ എൻ ആപ്പിൾ. നെക്സ്റ്റ് വേർഡ് ക്യാറ്റ്. ക്യാറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ സി. സി എന്താ? സി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളവിടെ എ യൂസ് ചെയ്യും. എ ക്യാറ്റ്. നെക്സ്റ്റ് വേർഡ് എഗ്. എഗ്ഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ഇ. ഇ നമുക്കറിയാം അതൊരു വവ്വലാണ്. അപ്പോൾ നമ്മളവിടെ ഫ്രണ്ടിൽ എൻ യൂസ് ചെയ്യും. എൻ എഗ്. അതുപോലെ ഏനിൻ്റെ ഫസ്റ്റ് ലെറ്റർ എയും വവ്വലാണ്. സോ നമ്മളവിടെ ഏന് യൂസ് ചെയ്യും. എൻ ആൻഡ്. നമ്മൾ ഏന് യൂസ് ചെയ്യുമ്പോൾ 2 വേർഡായിട്ട് വായിക്കാൻ പാടില്ല. അതായത് എൻ ആപ്പിൾ, എൻ എഗ്, എൻ ആൻഡ് അങ്ങനെ വായിക്കാൻ പാടില്ല. നമ്മൾ വായിക്കേണ്ടത് എൻ ആപ്പിൾ, എൻ എഗ്, എൻ ആൻഡ് അങ്ങനെ ഒരൊറ്റ വേർഡായിട്ട് വേണം വായിക്കാൻ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി അമർത്താം. അപ്പോൾ ബൈ.